പാകിസ്ഥാൻ ഇസ്രയേലിന് നേരെ ആണവായുധം പ്രയോഗിക്കും, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു സംശയം, ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തതയില്ലാത്തതാണോ അതോ ഇത് ശരിയല്ലാത്തതാണോ, ഒരു ആശയക്കുഴപ്പമുണ്ടോ? ആശയക്കുഴപ്പം ആർക്കുമില്ല. ഇറാൻ്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗമായ മുഹ്സിൻ റീസയാണ് പറഞ്ഞത് പാകിസ്ഥാൻ പോയി ഇസ്രയേൽ ആണവ ബോംബിടണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇസ്രയേലിനെ പേടിക്കണം, ഞങ്ങളുടെ ന്യൂക്ലിയർ പവർ ഞങ്ങളുടെ ജനങ്ങളെ രക്ഷിക്കാനുള്ളതാണ്, ഇറാനെ രക്ഷിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. തള്ളി. അപ്പോൾ ഇതൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. വലിയ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആവശ്യം ഞങ്ങളെ സഹായിക്കണമേ പാകിസ്ഥാനെ എന്നല്ല. ഇറാൻ കടം വീട്ടാനാണ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങളെ ഒരു രാജ്യമായി നിലനിർത്താൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുൻകാലങ്ങളിൽ സഹായിച്ചതിന് പകരം തരൂ എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ഈ പൊളിറ്റിക്സ് അധികം പേർക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്രേക്ഷകർ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളത് കാണണം. ഇതുവരെ ആരും പറയാത്ത എന്നാൽ വാസ്തവമായ കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇറാൻ പാകിസ്ഥാനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നതിൻ്റെ യഥാതഥമായ ഒരു ചിത്രമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ചരിത്രത്തിൽ നിന്നാണ്, വസ്തുതയാണ്, ലോക രാഷ്ട്രീയത്തിലെ സത്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ പാകിസ്ഥാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പാടായി നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ ഇടപെടാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ പറയുന്നത് ഒരു വലിയ നന്ദികേടാണ് ഇറാൻ്റെ കാഴ്ചപ്പാടിൽ. ഇറാനെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ ഇറാൻ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഇപ്പോൾ എന്ന് പറയുന്നു. അപ്പോൾ ചില ആളുകൾ ഈ ഇസ്രയേൽ പക്ഷപാതികളായിട്ടുള്ള വെടിവന്ന ഈ പ്രോ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ ചിലരൊക്കെ പറയുന്നുണ്ട്, ഇസ്രയേലും ഇറാനും തമ്മിൽ അടിക്കട്ടെ, ഇറാൻ ഇന്ത്യയുമായിട്ടും നല്ല ബന്ധമുള്ള രാജ്യമാണ്, ചാബഹാർ തുറമുഖമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഇറാനാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ ഇറാനെതിരെ ഒരു നിലപാടെടുക്കണോ എന്നുള്ള ശങ്കയുള്ള ചില റൈറ്റ് വിങ് കാഴ്ചപ്പാടുള്ള കുറേ ആളുകളുണ്ട്. ഏതായാലും നമുക്ക് ചരിത്രത്തിലൂടെ അത് പോയിട്ട് വരാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇറാൻ ചോദിച്ചത് സഹായമല്ല പാകിസ്ഥാനോട്, കടം വീട്ടാനാണ്. എന്ത് കടം? ഒരു വലിയ ചോദ്യമാണ്. 1965, 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് യുദ്ധം നടത്തിയ, അല്ലേ, ഫുൾ സ്കെയിൽ വാർ നടന്ന 2 വർഷം. ഈ 2 യുദ്ധത്തിലും ഇറാൻ എന്താണ് ചെയ്തത്? ഇറാൻ പാകിസ്ഥാനെ സഹായിക്കുകയായിരുന്നു. അതായത് 79 ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഷാ ഭരണകൂടം 79 വരെ ഉണ്ടായിരുന്നു. അന്ന് യൂറോപ്യൻ സംസ്കാരമായിരുന്നു, ഇറാനിൽ വലിയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് ബിക്കിനി ധരിച്ചും തെരുവിൽ നടക്കാമായിരുന്നു, ഇറാനിയൻ സിനിമ, തേങ്ങ, മാങ്ങ എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്. പക്ഷേ ഷാ ഭരണകൂടം, പഹ്ലവി ഷായുടെ ഭരണകൂടം ഉണ്ടായിരുന്നപ്പോൾ അന്ന് ഇറാൻ ലോകത്തിലെ പ്രബല സാമ്പത്തിക ശക്തിയും 5ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുമായിരുന്നു അന്ന്. 79 വരെ. 79 ഈ പറയുന്ന ഇസ്ലാമിക വിപ്ലവം വന്നിട്ട് ഷായെ അട്ടിമറിച്ചത്. അപ്പോൾ 79 വരെ വലിയ സൈനിക ശക്തി ആയിരുന്ന കാലത്ത്, ജനാധിപത്യം ഉണ്ടായിരുന്ന കാലത്ത്, സ്ത്രീകൾക്ക് തലമുടി പുറത്ത് കാണിച്ച് ബിക്കിനിയിട്ട് നടക്കാമായിരുന്ന കാലത്ത് ഇറാൻ രാഷ്ട്രീയമായി ആരുടെ ഒപ്പമായിരുന്നു? പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. വ്യക്തമാണ്. തെളിവ് പറഞ്ഞുതരാം. 2 യുദ്ധങ്ങളിൽ സഹായിച്ചു. 1950 ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ളൊരു സൈനിക സഹകരണത്തെ, ആദ്യം ഒരു സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കി, പിന്നീട് അത് സൈനിക ഉടമ്പടിയാക്കി, പരസ്പരം സഹായിക്കാമെന്ന് 50 ഷായുടെ ഭരണകാലത്ത് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. സർക്കാർ മാറിയാലും പോളിസി മാറത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ സിന്ധു നദീജല കരാർ പോലെ കരാർ റദ്ദാക്കുന്നു എന്നൊരു സർക്കാർ പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ ആ കരാറുകൾ തുടരും. ഇറാനും ഈ പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദ ഉടമ്പടി, പിന്നീട് സൈനിക ഉടമ്പടി തമ്മിലുള്ള കരാർ ഇന്നുവരെ റദ്ദാക്കപ്പെട്ടിട്ടില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇറാൻ ഒരു ആവശ്യം വന്നാൽ ആര് സഹായിക്കേണ്ടതാണ്? പാകിസ്ഥാൻ. കാരണം ഇറാൻ ഇതുപോലെ തിരിച്ച് പാകിസ്ഥാനെ 65-ലും 71-ലും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ ഡ്യൂട്ടി ബൗണ്ടാണ്. കരാർ പ്രകാരം ഞങ്ങളെ സഹായിക്കേണ്ട ബാധ്യത പാകിസ്ഥാൻ ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇനി ഇറാൻ എങ്ങനെയൊക്കെ സഹായിച്ചു നോക്കാം. ഇറാൻ കാശ്മീരാണല്ലോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ മൂലകാരണം മതമാണ്. മൂലകാരണമൊന്നുമല്ല, മൂലകാരണം മതമാണ്. ജിഹാദാണ് പ്രശ്നം.
ഇവിടെ ഇന്ത്യയിൽ കാഫിറുകളായതാണ് പ്രശ്നം, അത് തന്നെയാണ് പ്രശ്നം. പക്ഷേ എല്ലാവരും പറയുന്നത് കാശ്മീരാണെന്ന്. കാശ്മീർ കാര്യത്തിൽ ഇറാൻ്റെ നിലപാടെന്താ? ഷായുടെ കാലത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന്. ഇപ്പോൾ അയത്തുള്ള ഖമനയുടെ കാലത്ത് എന്താ ഇറാൻ്റെ നിലപാട്? കാശ്മീർ പാകിസ്ഥാൻ്റെ ആണെന്ന്. മനസ്സിലായോ? ഇറാൻ, അന്നത്തെ ഇറാനും ഇന്നത്തെ മത ഇറാനും, അല്ലേ? അതെ. മതഭരണകൂടമുള്ള ഇറാനും ഷായുടെ ജനാധിപത്യ ഭരണകൂടം എന്ന് പറയപ്പെടുന്ന ഭരണകൂടം ഉണ്ടായിരുന്ന ഇറാൻ്റെ നിലപാടും പാകിസ്ഥാൻ വിഷയത്തിൽ ആർക്ക് അനുകൂലമാണ്? ഇപ്പോൾ കാശ്മീർ വിഷയത്തിൽ ആർക്ക് അനുകൂലമാണ്? പാകിസ്ഥാൻ അനുകൂലമാണ്. ഓർത്തു വെക്കണം. 1965 യുദ്ധകാലത്തേക്കൊന്ന് പോകാം. 1965 യുദ്ധകാലത്തേക്ക് നമ്മളൊന്ന് പോയാൽ അന്ന് പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള ഇടത്താവളം ഇറാനായിരുന്നു. പാകിസ്ഥാൻ വിമാനങ്ങളുടെ റിപ്പയർ, ലോജിസ്റ്റിക് സപ്പോർട്ട് എല്ലാം നൽകിയത് ഇറാനാണ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ എണ്ണയുണ്ടല്ലോ ഇറാന്. യുദ്ധകാലത്താണ് ഏറ്റവും കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളത്, അല്ലേ? അതെ. ഡീസലും പെട്രോളൊക്കെ ഒരുപാട് വേണം. ആ കാലത്ത് 65 ഷാ ഭരിക്കുമ്പോൾ ജനാധിപത്യവാദിയാണെന്ന് ഇന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന ഷായുടെ ഭരണം തിരിച്ചു വരണം, ഷായുടെ ചെറുമകൻ്റെ ഭരണമെങ്കിലും തിരിച്ചു വരണമെന്ന് പറയുന്ന ആ ഇറാൻ സർക്കാർ ഹെവി ഡിസ്കൗണ്ടിൽ പാകിസ്ഥാന് എണ്ണ കൊടുത്തു, പെട്രോളും ഡീസലും കൊടുത്തു. എന്തിനാണ്? ടാങ്കുകൾ ഓടിക്കാൻ, വണ്ടികൾ ഓടിക്കാൻ, വിമാനങ്ങൾ പറത്തിക്കാൻ. ആർക്കെതിരെ? ഇന്ത്യക്കെതിരെ. 1965. ഇനി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു ഷാ ഭരണകൂടം മറ്റൊന്നുകൂടെ പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ ഉദ്ദേശമൊന്നുമില്ല, പക്ഷേ പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ എന്നെങ്കിലും ഇന്ത്യ ശ്രമിച്ചാൽ ഞങ്ങളത് സമ്മതിക്കത്തില്ല. ഇത് ഇന്ത്യക്ക് ഓർമ്മ വേണം എന്നൊരു ഭീഷണി അയത്തുള്ള അലി ഖമനയ്ക്ക് മുമ്പ് 79 വരെ ഉണ്ടായിരുന്ന ഷാ ഭരണകൂടം ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂറോപ്യൻ മോഡൽ ഭരണമാണ്, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, മുടി പുറത്ത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ ഭരണകൂട കാലത്താണ്, ആ സർക്കാരിൻ്റെ കാലത്താണ് പാകിസ്ഥാനെ തൊട്ടാൽ ഇന്ത്യ വിവരം അറിയും, വേണ്ടി വന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ പാകിസ്ഥാന് വേണ്ടി ഞങ്ങൾ ഇടപെടുമെന്ന് 65 ആര് പറഞ്ഞിട്ടുണ്ട്? ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 65 ഈ 65 യുദ്ധത്തിന് പാകിസ്ഥാൻ വിളിക്കുന്ന പേര് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്നാണ്. ഈ ഓപ്പറേഷൻ ജിബ്രാൾട്ടറിൻ്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ആ യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്ക ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു ഉപരോധം ഏർപ്പെടുത്തി. ആയുധം തരത്തില്ല, രണ്ടുപേർക്കും തരത്തില്ല, നിങ്ങൾ തമ്മിൽ ചുമ്മാ ആവശ്യമില്ല യുദ്ധം ഉണ്ടാക്കുകയാണ്, ഞങ്ങളിനി ആയുധങ്ങളൊന്നും തരത്തില്ല, വിമാനങ്ങൾ തരത്തില്ല നിലപാടെടുത്തു. ഇന്ത്യ വിഷമിച്ചു, പാകിസ്ഥാനും വിഷമിച്ചു. അപ്പോൾ ഇറാൻ വന്നു. ഇറാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇറാൻ ഇടനില നിന്ന്, അന്ന് ജർമ്മനി രണ്ടാ, കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും ഉണ്ട്. പടിഞ്ഞാറൻ ജർമ്മനി സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്താണ്, കിഴക്കൻ ജർമ്മനി അമേരിക്കയുടെ പക്ഷത്താണ്. ഇറാൻ വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് CL-13 സബ്രേ വിമാനങ്ങൾ 90 സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് മേടിച്ചു. വെസ്റ്റ് ജർമ്മനിയിൽ 90 CL-13 വിമാനങ്ങൾ ആര് വാങ്ങിച്ചു? ഇറാൻ വാങ്ങിച്ചു. എന്നിട്ട് ഇറാൻ എന്ത് ചെയ്യുന്നറിയോ? ഈ 90 വിമാനങ്ങൾ സൗജന്യമായിട്ട് പാകിസ്ഥാൻ കൊടുത്തു. ഇറാൻ പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് പാകിസ്ഥാൻ കൊടുത്തു. അമേരിക്കയിൽ നിന്ന് മേടിക്കില്ല. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു, ലോകത്താരുടെയും നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. പാകിസ്ഥാനും മേടിക്കാൻ പറ്റത്തില്ല, ഇന്ത്യക്കും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇറാൻ 90 വിമാനങ്ങൾ വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വിമാനങ്ങൾ വാങ്ങിച്ചിട്ട് ആ വിമാനങ്ങൾ ആർക്ക് കൊടുത്തു? പാകിസ്ഥാന് കൊടുത്തു. അപ്പോൾ ഇന്ത്യക്ക് വിമാനമില്ല, ആർക്ക് വിമാനമുണ്ട്? പാകിസ്ഥാൻ വിമാനമുണ്ട്. തീർന്നില്ല. അതിനെ US വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. ഇറാൻ മേടിക്കില്ലെന്ന് വിലക്കില്ല, ഇറാൻ മേടിച്ചു, ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കൊടുത്തു. അങ്ങനെ നിർണായകമായ ഒരു സഹായം ഇറാൻ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. 71 യുദ്ധം വന്നപ്പോൾ 71 നമ്മുടെ എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒഫീഷ്യലി പുറപ്പെട്ടത്. അന്ന് ഇന്ത്യൻ എയർബേസുകളെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഈ 90 വിമാനങ്ങളാണ്. ആരാ സഹായിച്ചത്? ഇറാൻ, അല്ലേ? ഇറാൻ്റെ സഹായം ഇങ്ങനെ പാകിസ്ഥാന് നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം കിട്ടി. ബംഗ്ലാദേശ് യുദ്ധത്തിൽ 71 ഇറാൻ പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. ഇനിയോ അതുകൂടാതെ 73 നമ്മുടെ BLA ഉണ്ടല്ലോ, ബലൂചിസ്ഥാൻ
ഇപ്പോൾ നടക്കുന്ന ഒരു വലിയൊരു BLA കലാപം ഉണ്ടായി. വലിയ ബലൂബി കലാപം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ ഇറാൻ വന്നു. ഇറാൻ എന്ത് ചെയ്തു? $200 മില്യൺ പാകിസ്ഥാന് ഇറാൻ ധനസഹായം ചെയ്തു. എന്നിട്ടോ തീർന്നില്ല. ബലൂജികളെ നേരിടാൻ 30 AH-1 കോബ്ര ഹെലികോപ്റ്ററുകൾ നൽകി. അങ്ങനെയാണ് 73 ബലൂചിസ്ഥാൻ കലാപത്തെ, സ്വാതന്ത്ര്യ സമരത്തെ ചോരയിൽ മുക്കി ആര് കൊന്നത്? പാകിസ്ഥാൻ കൊന്നത്. കോബ്ര ഹെലികോപ്റ്ററുകൾ 30 എണ്ണം പാകിസ്ഥാൻ ആര് കൊടുത്തു? ഇറാൻ കൊടുത്തു. $200 മില്യൺ കൊടുത്തു സാമ്പത്തിക സഹായം. അന്നും ഈ പറയുന്ന പോലെ ഇറാൻ പ്രബല ശക്തിയായിരുന്നു, 5ാമത്തെ സൈനിക ശക്തിയായിരുന്നു ലോകത്തിലെ. പിന്നെയാണ് 79 എന്തുപറ്റി? മതവിപ്ലവം ഉണ്ടായി, ഷാ ഭരണകൂടം പോയി, അയത്തുള്ളമാരുടെ ഭരണം തുടങ്ങുന്നു. അയത്തുള്ളമാരുടെ ഭരണം വന്നപ്പോഴോടെ എന്ത് ചെയ്തു? അത് ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഇനി ഷിയാക്കളാണെന്ന് പറഞ്ഞു. ഷിയാക്കളാണെന്ന് പറഞ്ഞ് സുന്നികളോട് അവർ യുദ്ധം ആരംഭിച്ചു. ആരോട്? ഇറാഖിനോട് യുദ്ധം ആരംഭിച്ചു. ഇറാഖ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് ഇറാൻ എന്ന് പറയുന്ന ഈ സാമ്പത്തിക ശക്തി തകർന്നുപോയത്. സൈന്യം നശിച്ചു. യുദ്ധം ചെയ്ത് ഇറാൻ തകർന്നുപോയി. ഇറാഖുമായിട്ട് സദ്ദാം ഹുസൈനോട് പിടിച്ചു നിൽക്കാൻ പറ്റാ. സദ്ദാം ഹുസൈൻ അടിച്ച് തകർത്ത് കളഞ്ഞു. സദ്ദാം ഹുസൈൻ അന്ന് ഈ പറയുന്ന പോലെ അമേരിക്കയുടെ സഹായം അന്ന് സദ്ദാമിനുണ്ടായിരുന്നു. ഇറാന് ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ സഹായമായിരുന്നു. പിന്നീട് വന്നപ്പോൾ അയത്തുള്ള അലി ഖമനേയി വന്നപ്പോൾ, അല്ലെങ്കിൽ ഖമനേയിമാരുടെ സർക്കാർ വന്നപ്പോൾ പാകിസ്ഥാൻ ഖമനേയിമാരുടെ സർക്കാരിനാരായി? സുന്നികളായി. അവർ ഷിയാക്കളായിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാനുള്ള പ്രത്യക്ഷമായ സഹായങ്ങൾ ആര് നിർത്തിയത്? ഇറാൻ നിർത്തി. എന്നാൽ പോലും കാശ്മീർ വിഷയത്തിൽ കാശ്മീർ പാകിസ്ഥാനിൻ്റെ ആണ് എന്നാണ് ഷായുടെ കാലത്തും ഖമനയുടെ കാലത്തും ഇറാൻ്റെ നിലപാട്. ഇപ്പോൾ ഇറാൻ ചോദിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങളെ സഹായിച്ചതാരാ? ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലായിരുന്നു. നിങ്ങളെ ഈ വിമാനം മറിച്ച് വാങ്ങിച്ചു വരെ നിങ്ങൾക്ക് തന്ന് സഹായിച്ചതാരാ? അമേരിക്കയല്ല, ഞങ്ങളാണ്. ഞങ്ങൾക്ക് ആവശ്യം വന്നിരിക്കുന്നു, ഞങ്ങളെ സഹായിക്കണം എന്നുള്ളത് ഞങ്ങളുടെ അപേക്ഷയല്ല, ഞങ്ങളുടെ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അപ്പോൾ ഫലത്തിൽ നോക്കൂ, ഇറാൻ അന്ന് ഇന്ത്യയെ ചതിച്ചു അല്ലേ? അതെ. ഇപ്പോൾ ആർക്ക് വേണ്ടി ചതിച്ചു? പാകിസ്ഥാന് വേണ്ടി. ഇപ്പോൾ പാകിസ്ഥാൻ ആരെ ചതിച്ചിരിക്കുന്നു? ഇറാനെ ചതിച്ചിരിക്കുന്നു. ഇതാണ് ചരിത്രത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത ഇറാന് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്ന കാലത്തിൻ്റെ മറുപടിയാണ് ഇസ്രയേലിനെ നിങ്ങൾ പേടിക്കണം, ഇസ്രയേലിനെ ഭയപ്പെടണം, ഞങ്ങളുടെ അണവായുധം ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതാണ് എന്നു പറഞ്ഞ് പാകിസ്ഥാൻ തന്ത്രപരമായ നിലപാടെടുത്ത്. അതായത് ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാവുമ്പോഴത്തേക്ക് ഒരുത്തരെ വന്നിട്ട് എല്ലാവരും തല്ലുമ്പോൾ അവൻ പറയും, നിങ്ങൾ എന്നെ തല്ലിയല്ലോ, അതേ അവിടെ നിൽക്കുന്ന തലക്കെട്ടുകാരൻ ചേട്ടനുണ്ടോ, അവനെ പോയി ഒന്ന് തല്ലി നോക്കെന്ന് പറയും. ആ ചേട്ടൻ ഒന്നും അറിയാൻ നിൽക്കുന്ന ചേട്ടനായിരിക്കും, ചിരിച്ചോണ്ടിരിക്കും. ആ ചേട്ടനെ ചെന്ന് ഇവന്മാർ തല്ലും, ചേട്ടൻ ഇവരെ എടുത്ത് ഉടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇറാൻ വളരെ പെട്ടെന്ന് പാകിസ്ഥാനെ ഇതിലേക്ക് പിടിച്ചിട്ടു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇറാൻ പറയുന്നു ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ പറയാൻ കേൾക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. പണ്ടത്തെ കരാറുണ്ട്, പിന്നെ ഞങ്ങൾ എണ്ണി പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രസക്തമായ ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും അയത്തുള്ള ഖമനേയിയുടെ സർക്കാർ വീഴേണ്ടതാണ്, ജനാധിപത്യ വിരുദ്ധമായ മതഭീകര സർക്കാരാണ്. പക്ഷേ അവിടെ വീണ്ടും ഷായുടെ ചെറുമകൻ്റെ ഭരണം തിരിച്ചു വന്നാൽ ആ സർക്കാർ പഴയ പോലെ പാകിസ്ഥാനെ സഹായിക്കുന്ന സർക്കാരായി മാറില്ലേ? അപ്പോൾ ഇന്ത്യക്ക് ദീർഘകാല ഗുണം ഈ മതഭീകര സർക്കാരാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നാൽ എനിക്ക് തൽക്കാലം മറുപടിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.